നമസ്കാരം. പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ ഓടിയപ്പോൾ സിജോയോട് ഓടലേടാ എന്ന് റോഡിന് വശത്ത് നിന്നവർ വിളിച്ചു പറഞ്ഞെങ്കിലും റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. സിജോ ചെന്നപ്പോഴേക്കും പൂച്ച റോഡിൽ നിന്നും മാറിയിരുന്നു. എന്നാൽ അതിവേഗത്തിൽ വന്ന വാഹനം സിജോയെ ഇടിച്ചു തെറിപ്പിച്ചു. അങ്ങനെ വീട്ടിൽ നിന്നും 100 മീറ്റർ അകലെ മൃഗസ്നേഹിക്ക് ദാരുണാന്ത്യം. തൃശൂർ ചിറ്റിലപ്പള്ളി സ്വദേശി സിജോ തിമോത്തിക്ക് ജീവൻ നഷ്ടമായത് സഹജീവികളുടെ ജീവന് വലിയ വില കൽപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടായിരുന്നു. അതുകൊണ്ട് ഈ യുവാവിന്റെ മരണം ചിറ്റിലപ്പള്ളിക്കാകെ ദുഃഖവുമായി. പൂച്ചയെടുക്കാൻ റോഡിന് നടുവിലേക്ക് കടക്കും മുൻപേ എതിരെ വന്ന ലോറിക്കാരനോട് നിർത്താൻ കൈകൊണ്ട് സിജോ ആംഗ്യം കാണിച്ചിരുന്നു. എന്നാൽ ബ്രേക്ക് ചെയ്യാൻ കഴിയാത്തത്ര അടുത്തെത്തിയിരുന്നു സിജോ. റോഡിന് നടുവിൽ പൂച്ചയെ കണ്ടതും സിജോ പരിസരം മറന്നാണ് രക്ഷിക്കാനായി ഓടിയത്. തൃശൂർ മണ്ണൂത്തി കാളത്തോട് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ലോറിക്കൊപ്പം അടുത്തുകൂടി പോയ കാറും സിജോയെ ഇടിച്ചിരുന്നു. അപകടത്തിൽ തൽക്ഷണം സിജോ മരിച്ചു. നാട്ടുകാർക്ക് തീരാ ദുഃഖമായി ഈ വേർപാട്. പരിക്ക് പറ്റിയും മറ്റും തെരുവിൽ കിടക്കുന്ന നായകളെയും പൂച്ചകളെയും എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്ന മൃഗസ്നേഹിയായിരുന്നു സിജോ. അവിവാഹിതനായ സിജോ ഒറ്റയ്ക്കായിരുന്നു താമസം. പരിക്ക് പറ്റിയ മൃഗങ്ങളെ എടുത്തുകൊണ്ടുപോയി വീടിന്റെ മുകളിലത്തെ നിലയിൽ താമസിപ്പിച്ച് ഭക്ഷണവും പരിചരണവും നൽകും. പരിക്കുകൾ മാറിയാൽ മൃഗങ്ങളെ സ്വതന്ത്രമാക്കും. തിരക്കേറിയ റോഡിന് നടുവിൽ നിന്ന പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കാൻ സിജോ ഇറങ്ങിയത് ജീവൻ പണയം വെച്ചായിരുന്നു. പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്കും മണ്ണൂത്തി ഹൈവേയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന റോഡിലായിരുന്നു അപകടം. രാത്രികാലങ്ങളിൽ ഇതുവഴി പോകുന്ന ഭാരം കയറ്റിയ വാഹനങ്ങൾ അമിത വേഗതയിലുമായിരിക്കും. ബൈക്കിൽ പോവുകയായിരുന്നു സിജോ. പെട്ടെന്നാണ് റോഡിന് നടുവിൽ ഒരു പൂച്ചക്കുഞ്ഞ് കിടക്കുന്നത് കണ്ടത്. അപകട സാധ്യതയുള്ളതിനാൽ രക്ഷിക്കാൻ തീരുമാനിച്ചു. സിജോ ബൈക്ക് നിർത്തുകയായിരുന്നു. അതിനുശേഷം പൂച്ചയെ രക്ഷിക്കാനായി പോയി. ആ സമയം പിന്നാലെ വന്ന ലോറി നല്ല വേഗതയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നിർത്താനുള്ള സിജോയുടെ ആംഗ്യം കൊണ്ട് ഫലമുണ്ടായില്ല. ലോറി സിജോയെ ഇടിച്ചു തെറിപ്പിച്ചു. പിന്നാലെ വന്ന ഒരു കാറും സിജോയെ ഇടിച്ചു. തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകുന്നതും സംരക്ഷിക്കുന്നതുമൊക്കെ സിജോ ജീവിതശൈലിയുടെ ഭാഗമാക്കിയിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സിജോയുടെ ദാരുണാന്ത്യം ഒരു നാടിനാകെ കണ്ണീരിലാഴ്ത്തി. വീട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം ദൂരമുള്ള ജംഗ്ഷനിലായിരുന്നു സിജോയുടെ മരണമുണ്ടാക്കിയ അപകടം.